500 PSC റാങ്ക് ജേതാക്കൾ ഒരൊറ്റ വേദിയിൽ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് മലപ്പുറത്താണ്. എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഗനൈസ് ചെയ്യണ അച്ചീവേഴ്സ് മീറ്റിലാണുള്ളത്. അപ്പോൾ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിൽ ഒരുപാട് ആളുകളുണ്ട്, ഉദ്യോഗാർത്ഥികളുടെ ഒരു ഗ്യാതറിംഗ് ആണ്. നമുക്ക് പോയി നോക്കാം. ഇത് ശ്രീജേഷാണ്. നമുക്ക് ശ്രീജേഷിനെ കുറിച്ച് പറയാം. ശ്രീജേഷിനെ പറയാം, ഏതൊക്കെ റാങ്ക് ലിസ്റ്റിലാണ് ഇപ്പോൾ ശ്രീജേഷ് ഉള്ളത്? സാർ ഇപ്പം നിലവിൽ ഏകദേശം ഒരു 18ഓളം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം LDC, ASM, സെക്രട്ടേറിയറ്റ് OA, സ്റ്റീൽ ഇൻഡസ്ട്രീസ്, പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, പിന്നെ പ്രിസണ്, ബീറ്റ് ഫോറസ്റ്റ്, സബ് ഇൻസ്പെക്ടർ, സെക്രട്ടറി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻറ്റ്, പിന്നെ VFA, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അമ്യൂണിറ്റീസ് അസിസ്റ്റൻറ്റ്, അങ്ങനെ ഒരു 18ഓളം ലിസ്റ്റുകളിൽ ഉൾപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരുപാട് ലിസ്റ്റിൽ ഉൾപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ ചാനലിൽ കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും. അവർക്ക് സംശയമുള്ളത് ഇത് സാധാരണക്കാരന് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. ശ്രീജേഷിന് എന്താ പറയുക? തീർച്ചയായും സാധിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ഡിഗ്രിയും PGയും കഴിഞ്ഞ് ഇനി എന്നുള്ള ആലോചിക്കുമ്പോഴാണ് ഞാനിങ്ങനെ എയ്സിലൊക്കെ എത്തിപ്പെടുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ തലസ്ഥാനവും കേരളത്തിൻ്റെ തലസ്ഥാനവും അറിയാമെന്നുള്ളതാണ് എൻ്റെ GK വരുന്നത്. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നുകൊണ്ട് ഇംഗ്ലീഷും മാത്സൊക്കെ കുറച്ചൊക്കെ അറിയാം. GK കാര്യത്തിൽ അത്രയും താഴെയാണ്. അവിടുന്ന് കുറച്ച് കാലം കൊണ്ട് ഒരു ക്ഷമയോടുകൂടി വർക്ക് ചെയ്തിട്ട് എനിക്ക് 18 ലിസ്റ്റിൽ കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഒന്ന് ക്ഷമയോടുകൂടി മെനക്കെടാൻ വില്ലിങ് ആയിട്ടുള്ള എല്ലാവർക്കും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു ക്വസ്റ്റ്യൻ, നമുക്ക് എങ്ങനെയാണ് ടൈം മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ചില ആളുകൾ വിചാരിക്കും 18 റാങ്ക് ലിസ്റ്റിൽ പഠിക്കുമ്പോൾ ശ്രീജേഷ് ആകെ ഉറക്കമൊന്നും ഇല്ലാതെ മാസങ്ങളോളം, അങ്ങനെയാണോ അതോ എങ്ങനെയുണ്ട് ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഉറക്കമൊഴിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും അങ്ങനെ ഉറക്കം മാറ്റിവെച്ച് ഒരു കാര്യവും മാറ്റിവെച്ച് അല്ല പഠിച്ചത്. ഞായറാഴ്ചകൾ കൃത്യമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകും, പിന്നെ അല്ലാതെ വീട്ടിലെ ഫാമിലി എല്ലാ പരിപാടിയിലും പങ്കെടുക്കും. അതിൻ്റെ ഒപ്പം തന്നെ മെയിൻ ഘടകമായിട്ട് പഠനത്തെയും കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് HSA നാച്ചുറൽ സയൻസിന് 1ാം റാങ്ക് കിട്ടിയ അസ്ലയാണ്. അപ്പോൾ അസ്ലയുടെ പഠന രഹസ്യങ്ങൾ നമുക്ക് ചോദിക്കാം. എന്താണ് നമ്മുടെ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്? ഈ 1ാം റാങ്ക് കിട്ടിയതിൻ്റെ രഹസ്യം എന്താണ്? രഹസ്യം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. കാരണം പലരും പറഞ്ഞു ഞാൻ അത്രേ ഉറങ്ങിയുള്ളൂ. ഞാൻ ഒരിക്കൽ പോലും ഉറക്കം കളഞ്ഞിട്ടുള്ള ഒരു പഠനം ഞാൻ നടത്തിയിട്ടില്ല. പകരം ഒരു എന്താ പറയുക, നമ്മൾ ഗുളിക കഴിക്കൂലേ, ആ ഒരു രീതിയിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇന്ന ടൈം മോർണിംഗിൽ ഒരു ഇത്തിരി സമയം പഠിക്കും. അത് കഴിഞ്ഞ് എൻ്റെ ജോലികളൊക്കെ, വീട്ടിലെ ജോലികൾ ചെയ്യും. എനിക്ക് 2 മക്കളുണ്ട്, ചെറിയ മോളായിരുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു ടൈം, അതൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ളത് എൻ്റെ കുറേ ഇവിടുത്തെ എയ്സിലെ സ്റ്റുഡൻസുമാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊളീഗുമായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ഗൂഗിൾ മീറ്റ് വഴി ഒക്കെ അടുത്ത ആഴ്ചയ്ക്കുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. പിന്നെ എയ്സിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയ്സ് നമ്മൾ റാങ്ക് ലിസ്റ്റ് ഇടും. ഓരോ ആഴ്ചയിലും എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇടും. അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് ഞാൻ 1ാം റാങ്ക് തന്നെ, അതൊരു മത്സരമാണ്. കാരണം അവിടെ നമുക്കൊരു കിട്ടുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷന്. ഈ ഒരു എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തതിന് തൊട്ടടുത്ത ദിവസം എൻ്റെ ഹസ്ബൻഡ് 3 വർഷം കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വരികയുണ്ടായി. ആ സമയത്ത് ഒരുപാട് ഫങ്ഷൻസ് ശരിക്കും എല്ലാം നമ്മുടെ പെട്ടെന്നൊരു ലൈഫ് ചേഞ്ചായി. എന്നാലും അപ്പോഴാണ് എനിക്ക് റാങ്ക് കുറച്ച് ബാക്കിലേക്ക്, മാക്സിമം പോയൊരു 12ാമത്തെ റാങ്ക് വരെയൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ എൻ്റെ റാങ്ക് കുറഞ്ഞു. അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ ഒന്നാമത് ഇരിക്കുന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഒരു ടെൻഷനായിരുന്നു. പക്ഷേ അപ്പോഴും എന്താണ്, ഞങ്ങൾ കുട്ടികൾ തമ്മിലുള്ള ബന്ധം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഓരോ പാർട്ട് ഓരോരുത്തർക്ക് കൊടുക്കുക. എന്നിട്ട് അത് അവർ ക്യാപ്സ്യൂളാക്കി തരും, നമ്മളും ക്യാപ്സ്യൂൾ ഉണ്ടാക്കുക. എന്നിട്ട് അങ്ങോട്ട് ഷെയർ ചെയ്യുക, ഇങ്ങോട്ട് ഷെയർ ചെയ്യുക. ആ ഷെയറിങ് തന്നെയാണ് ഈ ഒരു എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി പേര് നല്ല റാങ്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും കിട്ടുമ്പോൾ നമുക്ക് ഹാപ്പിയാണ്. എൻ്റെ പേര് ചിഞ്ചു. ഞാനിവിടെ മലപ്പുറത്ത് തന്നെയാണ് ജനിച്ചതും വളർന്നും. മലപ്പുറം വയസ്സ് തന്നെയാണ് പഠിച്ചതും. മോനായതിനു ശേഷമാണ് ഞാൻ ജോലിക്ക് വേണ്ടി ആലോചിച്ച് തുടങ്ങിയത് തന്നെയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല സ്ഥാപനം ഏതാണെന്നുള്ളത് അന്വേഷിച്ചിട്ടാണ് എയ്സിലേക്ക് എത്തുന്നത്.
എയ്സിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളത് അവരുടെയും കൂടി ലക്ഷ്യമായിരുന്നു. അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഞാനിവിടെ ചെമ്മങ്കടവ് GMUPSൽ UPST ആയിട്ട് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഞാൻ ജോയിൻ ചെയ്തു. പോരാത്തതിന് LDCയിലും ഉണ്ടായിരുന്നു. LDCയിൽ 553 റാങ്ക്. പക്ഷേ ആ ജോലി വേണ്ടെന്ന് വെച്ച് ഞാൻ ടീച്ചിങ്ങിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും എയ്സ് തന്നെയാണ്. എയ്സ് മാത്രമേ ഉള്ളൂ. കാരണം പഠിക്കുക, പഠിപ്പിക്കുക, അതിലപ്പുറം വേറൊരു ചിന്തയിലേക്കും എയ്സ് വിട്ടിട്ടില്ല. ഇനിയും ഈ വഴിയിലുള്ളവർക്ക് എയ്സ് ഒരു പ്രചോദനം തന്നെയാണ്. എൻ്റെ പേര് നസീബ, കോഴിക്കോട് മുക്കം സ്വദേശിനിയാണ്. ഒരുപാട് അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം കോഴിക്കോട് ജില്ലയിൽ HSA സോഷ്യൽ സയൻസ് പരീക്ഷയിൽ 14ാം റാങ്ക് കരസ്ഥമാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് എന്നെ നയിച്ചിട്ടുള്ളത് ദൈവത്തിനോടുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയും എയ്സ് ആപ്പിൻ്റെയും അതുവഴി എനിക്ക് ലഭിച്ചിട്ടുള്ള സുഹൃത്തുക്കളുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹായവും സഹകരണവും കൂടിയാണ്. എൻ്റെ പേര് ഹാരിസ് എന്നാണ്. ഞാൻ കോഴിക്കോട് എയ്സിലാണ് HSA പഠനം പൂർത്തിയാക്കിയത്. പിന്നെ അവിടുത്തെ സാറന്മാരൊക്കെ നല്ല ക്ലാസ്സാണ് തന്നിരുന്നത്. പിന്നെ ഈ പരീക്ഷ വന്നത് ഒരു കോവിഡ് സമയത്താണ് ഈ എക്സാം വന്നത്. അതുകൊണ്ട് പഠിക്കാനുള്ള ഒരുപാട് സമയം കിട്ടി. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ലിസ്റ്റിൽ വരാനുള്ള കാരണം. ആദ്യമായിട്ടാണ് HSA എക്സാം അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ വന്നു. പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ നല്ലൊരു ഗൈഡൻസും അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ സമയം കിട്ടി പഠിക്കാൻ. അതുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ വരാനുള്ള കാരണം. അപ്പോൾ ഞാൻ ഡിഗ്രി PG എല്ലാം കഴിഞ്ഞ് അടുത്തത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എയ്സ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ എയ്സിലേക്ക് എത്തിക്കുന്നത് ബാലുശ്ശേരിയിൽ. അപ്പം ബാലുശ്ശേരിയിൽ എയ്സ് തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയില്ല. അപ്പോൾ വേറെ സ്ഥാപനങ്ങളൊക്കെ ബാലുശ്ശേരിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഫ്രണ്ട് പറഞ്ഞു, ശ്രീരാജ് എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അവൻ പറഞ്ഞു, എടാ നമുക്ക് എയ്സ് പോവാം. ഞാൻ അവിടെ പോയി നോക്കി, അവിടുത്തെ അന്തരീക്ഷം ഒക്കെ നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടേക്ക് തന്നെ പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ PSCയിൽ എയ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം അതിന് മുന്നേ എനിക്ക് എയ്സിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അവിടെ എത്തിയപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, എനിക്ക് ജോലി കിട്ടും വരെ ഇവിടെ തന്നെ നിന്നാൽ മതി, എനിക്ക് ഇവിടെ നിന്നാൽ ജോലി കിട്ടും എന്ന് എനിക്ക് അന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം അവിടുത്തെ ഒരു ഫെസിലിറ്റീസ്, ഇപ്പം മെറ്റീരിയൽ ആണെങ്കിൽ ഇപ്പം ജോയിൻ ചെയ്യുമ്പം ഞങ്ങൾക്കൊരു ജോയിൻ ചെയ്യുമ്പം അവിടുത്തെ സാർ ഒരു ഷോപ്പർ തന്നു. ഞാൻ എന്തിനാ ഷോപ്പർ തന്നെ. അപ്പോൾ അത്രയും മെറ്റീരിയൽസ് അന്ന് ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പറിനെ കൊണ്ടാണ് ഞാൻ അന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം അമ്മയും ചോദിച്ചത് വേറെ അരിയെല്ലാം വാങ്ങി വരികയാണ്. അപ്പം ഞാൻ ബുക്കെല്ലാം അമ്മനെ കാണിച്ചു കൊടുത്തു. അപ്പം തന്നെ എനിക്ക് ആ മെറ്റീരിയൽസ് ഒക്കെ വായിച്ച് വീട്ടിൽ പോയി വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ക്വാളിറ്റി എന്താണെന്നുള്ളത്.